ഹലോ ഡിയർ മൈ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ജംഷീർ ക്ലാസ്സസ്. നമ്മൾ ഇന്നത്തെ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് ആണ്. ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് വെച്ചാൽ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ്. യെസ്, അപ്പോൾ നമ്മുടെ ഷെയർസ് ഇഷ്യൂ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, കോൾ ചെയ്തു, അലോട്ട്മെന്റ് ചെയ്തു, കോൾ ചെയ്തു, എന്നിട്ട് നമുക്ക് കുറച്ച് എമൗണ്ട്സ് തരാത്ത കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് പ്രോസസ്സിന്റെ പേരാണ് ഫോർ ഫീച്ചർ ഓഫ് അക്കൗണ്ട്. ഫോർ ഫീച്ചറിന്റെ വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ എന്നാണ്. സോ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് നമ്മുടെ കയ്യിലുള്ള നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചെയ്ത പോലെ 150 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആള്, 100 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആള്, ചില ആൾക്കാരൊന്നും പേയ്മെന്റ് തന്നിട്ടില്ല. സോ ഇങ്ങനെ പേയ്മെന്റ് തരാതെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? കോൾ ചെയ്തിട്ടും ആ പേയ്മെന്റ് ചെയ്യാത്ത ആൾക്കാരെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുന്ന ടേം ആണ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ്. ഫോർ ഫീച്ചറും എല്ലാ ആൾക്കാർക്കും സെയിം പ്രോരാറ്റ പറയുന്നത് പോലെ തന്നെ ഒരു പേടിയുണ്ട് ഒരു കാര്യമാണ് ഫോർ ഫീച്ചർ. പക്ഷെ അതിന്റെ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആ കൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ ആ ജേർണൽ എൻട്രീസും അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമുക്ക് അതിനെ ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് കാര്യമാണ്. ഒന്ന് ഫോർ ഫീച്ചർ, അതായത് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ആൻഡ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ്. നമ്മൾ ഈ ക്യാൻസൽ ചെയ്ത നമ്പർ ഓഫ് ഷെയർസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്ന നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 5000 ആയിരുന്നു, ഓർക്കുന്നുണ്ടോ? സോ 5000 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തു. എന്നിട്ട് അതിൽ 4900 ആയിരുന്നു ലാസ്റ്റത്തെ ഫൈനൽ കോളിന്റെ എമൗണ്ട് കിട്ടിയത്. ബാക്കി 100 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 30 നമുക്ക് കിട്ടിയിട്ടില്ല എന്നും 3000 നമ്മൾ കോൾസിന് അരിയേഴ്സ് ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ കോൾസിന് അരിയേഴ്സിലേക്ക് വരുന്ന എമൗണ്ട് ഏതാണ്? നമുക്ക് ഇതുവരെ കിട്ടാത്ത എമൗണ്ട് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ കിട്ടാത്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ക്യാൻസൽ ചെയ്യാണ്. സോ ക്യാൻസൽ ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ് എത്ര? 100. ഈ ക്യാൻസൽ ചെയ്തതിന് ശേഷം ആഫ്റ്റർ ക്യാൻസലേഷൻ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4900. അപ്പൊ ബാക്കി സ്റ്റിൽ എന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 100 നമ്പർ ഓഫ് ഷെയർസ് പെൻഡിങ് ഉണ്ടാവും. കാരണം ഞാൻ ഇഷ്യൂ ചെയ്തത് 5000 ആയിരുന്നു, പക്ഷെ 4900 മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പം നിലവിൽ എന്റെ കയ്യിലുള്ള അലോട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ഈ 100 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യും? വിൽ ബി ഇഷ്യൂഡ് അല്ല, റീ ഇഷ്യൂഡ്. എന്തുകൊണ്ടാണ് റീ ഇഷ്യൂഡ് എന്ന് പറയുന്നത്? ഓൾറെഡി മുന്നേ ഇഷ്യൂ ചെയ്തതാണ്, എന്നിട്ട് പേയ്മെന്റ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്തത്. ക്യാൻസൽ ചെയ്തതിന് ശേഷം രണ്ടാമത് ഇഷ്യൂ ചെയ്യുന്ന ടേം ആണിത്, റീ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിക്കുന്നത്. അത് ഒന്ന് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ്, നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. രണ്ടാമത് ആ ഫോർ ഫീച്ചർ ചെയ്തതിനെ നമ്മൾ റീ ഇഷ്യൂ ചെയ്യുന്നു. അതിൽ കുറച്ച് ജേർണൽ എൻട്രീസ് വരാണ്ട്, വേറെ പുതിയ അക്കൗണ്ട് വരാണ്ട്, ആ ഒരു ആഡ് ഓൺ ആണ് ഈ ഒരു ഇഷ്യൂ ഓഫ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് എന്താണ്? ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡിങ്സ് നോക്കാം. വെൻ എ ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽസ് ടു പേ കോൾസ്, ഷെയർ ഹോൾഡേഴ്സ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്ന കോൾഡ് അപ്പ് ക്യാപിറ്റൽ എമൗണ്ട് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഫെയിൽ ആയാൽ, ദ കമ്പനിക്ക് ഇഫ് എംപവേർഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അങ്ങനെ ഒരു പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മേ ഫോർഫീറ്റ് ദ ഷെയർസ്, അവർക്ക് എന്ത് ചെയ്യാം? ഈ നമ്പർ ഓഫ് ഷെയർസ് ക്യാൻസൽ ചെയ്യാം, ഫോർഫീറ്റ് ചെയ്യാം. ഓക്കെ, ഇഫ് എ ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽസ് ടു പേ ഇറ്റ് ഈവൻ ആഫ്റ്റർ ഹിസ് അറ്റൻഷൻ ഈസ് ഡ്രോൺ ടു ഇറ്റ് ബൈ സെക്രട്ടറി ബൈ രജിസ്റ്റേർഡ് നോട്ടീസ്, the board of directors pass a resolution to the effect that such shares be forfeited. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഷെയർ ഹോൾഡേഴ്സിന് റിപ്പീറ്റഡായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? രജിസ്റ്റേർഡ് നോട്ടീസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ കോൾ ചെയ്തിട്ടുള്ള ഡേറ്റ് ആയിട്ടുണ്ട്, ഫിക്സഡ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാർണിംഗ് കൊടുത്തു. എന്നിട്ടും അവർ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യാം. നെക്സ്റ്റ്, the shares once forfeited becomes the property of the company and may be sold. ഒരു പ്രാവശ്യം നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് ക്യാൻസൽ ചെയ്താൽ ആ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്ന എമൗണ്ട് ആണെങ്കിലും ആ നമ്പർ ഓഫ് ഷെയർസ് ആരുടേതാണ്? കമ്പനിയുടേതാണ്. കമ്പനിക്ക് ഈ ഫോർഫീറ്റഡ് ദ ഒറിജിനൽ ഷെയർ ഹോൾഡേഴ്സ് സീസസ് ടു ബി ദ മെമ്പർ ആൻഡ് ഹിസ് നെയിം മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 100 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരു മെമ്പർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫൈനൽ കോളിന്റെ എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഈ ഒരു നമ്പർ ഓഫ് ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് വി വിൽ ബി റിമൂവ്ഡ് ഹിസ് നെയിം ഫ്രം
രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ഓർക്കുന്നുണ്ടോ, നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ലെക്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയറി ക്വസ്റ്റൻ ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് രജിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു രജിസ്റ്റർ ആണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ കാണിക്കുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ് ആണ്. ആ ഒരു ഡോക്യുമെന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ 100 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡറിനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എ ആണെങ്കിൽ ആ മിസ്റ്റർ എനെ നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. മാത്രമല്ല ഇതുവരെ അടിച്ചിട്ടുണ്ടായിരുന്ന പേയ്മെന്റ് ആണെങ്കിലും ആ ഒരു നമ്പർ ഓഫ് ഷെയർസും ആരുടേതായിട്ട് മാറും, കമ്പനിയുടേതായിട്ട് മാറും. ശരിക്കും ഈ 100 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആരാ, ഏതോ ഒരാൾ. പക്ഷെ ആൾ പേയ്മെന്റ് ചെയ്തിട്ടില്ല. പേയ്മെന്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ ക്യാൻസലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള നമ്പർ ഓഫ് ഷെയർസ് ആർക്കായിരിക്കും, കമ്പനിക്കായിരിക്കും. കമ്പനിക്ക് ഈ സ്വന്തമായിട്ടുള്ള ഈ നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യാം, റീഇഷ്യൂ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മെമ്പറുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. അതായത് നമ്മൾ കമ്പനി ബൈ ഡിഫോൾട്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർഫീറ്റ് ചെയ്യുന്നു. അത് കൂടാതെ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്, സറണ്ടർ ഓഫ് ഷെയർസ്. സറണ്ടർ എന്ന് വെച്ചാൽ എന്താ, സറണ്ടർ ചെയ്തു എന്നൊക്കെ പറയില്ല നമ്മൾ ജയിലിലേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ. സറണ്ടർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, വളണ്ടറിലി റിട്ടേൺ ഓഫ് ഷെയർസ് ടു ദ കമ്പനി ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഹിംസെൽഫ് ഈസ് കോൾഡ് സറണ്ടർ ഓഫ് ഷെയർസ്. സോ എന്റെ കയ്യിൽ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായിരുന്നു. അയാൾ സ്വമേധയാ കമ്പനിയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, ഞാൻ ഈ ഒരു നമ്പർ ഓഫ് ഷെയർസ് സറണ്ടർ ചെയ്യാണ്, എന്റെ കയ്യിൽ ഇനി പേയ്മെന്റ് അടക്കാനുള്ള ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞാലും ആ ഒരു ടേം എന്താണ്, സറണ്ടർ ഓഫ് ഷെയർസ് തന്നെയാണ്. ഈ സറണ്ടർ ഓഫ് ഷെയർസിന്റെ സിറ്റുവേഷൻ ആണെങ്കിൽ ശരി, മുകളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുത്ത് തീരുമാനിച്ചിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതാണെങ്കിൽ ശരി, രണ്ടാണെങ്കിലും ജേർണൽ എൻട്രീസ് എന്ത് തന്നെയാണ് വരാം, സെയിം ജേർണൽ എൻട്രീസ് തന്നെയാണ് വരാം. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. സോ ജേർണൽ എൻട്രീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫോർഫീറ്റ് എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ സറണ്ടർ ചെയ്തു എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്തേക്കാം. The same entries of forfeiture of shares will be passed in case of surrender of shares. Okay, done. രണ്ടാമത്തെ സിറ്റുവേഷൻ, ഇങ്ങനെ സറണ്ടർ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് വേണമെങ്കിൽ റീ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു. റീ ഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർസ് എന്ന് വെച്ചാൽ അതിന്റെ ടേംസ് എന്താണെന്ന് ടെക്സ്റ്റ് ബുക്കിലുള്ളത് നോക്കാം. ഫോർഫീച്ചർ ഷെയർസ് മേ ബി റീ ഇഷ്യൂഡ് ബൈ ദ ബോർഡ് ഫോർ എനി എമൗണ്ട്. ഇങ്ങനെ ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം, റീ ഇഷ്യൂ ചെയ്യാം ഫോർ എനി എമൗണ്ട്. ഇപ്പൊ നോർമലി നമുക്ക് റീ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏതൊക്കെ പ്രൈസിലാണ്, ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഒന്നെങ്കിൽ ഫേസ് വാല്യൂ അല്ലെങ്കിൽ പ്രീമിയം വാല്യൂ. അല്ലാതെ ഡിസ്കൗണ്ടിൽ നമുക്ക് ഡിസ്കൗണ്ടിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് സെക്ഷൻ 53 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ റീ ഇഷ്യൂ, നോർമൽ ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ല, റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് ക്യാൻ ബി റീ ഇഷ്യൂഡ് അറ്റ് എനി പ്രൈസ് ആൻഡ് എന്ന് വെച്ചാൽ എന്താ, ദാറ്റ് ഈസ് ഫോർ ഫേസ് വാല്യൂ, ഫോർ പ്രീമിയം ആൻഡ് ഫോർ ഡിസ്കൗണ്ട്. ഈ ഒരു 3 ടേമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് റീ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ഡൺ. വെൻ ഓൾ ഫോർഫീറ്റഡ് ഷെയർസ് ആർ നോട്ട് ഇഷ്യൂഡ്. സോ റീ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ജേർണൽ എൻട്രി നമുക്ക് റെക്കോർഡ് ചെയ്യാണ്ട് നമുക്ക് അത് ജേർണൽ എൻട്രി ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരാം. ഇത് എളുപ്പത്തിൽ നമുക്ക് ജേർണൽ എൻട്രീസ് ത്രൂ തന്നെയായിരിക്കും മനസ്സിലാക്കുന്നത്. ബെറ്റർ ആയിട്ട് നമുക്ക് അവിടെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാം. ഓക്കെ, ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഫോർഫീറ്റർ ഓഫ് ഷെയർസ്. ഈ ഫോർഫീറ്റർ ഓഫ് ഷെയർസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ആഡ് ഓൺ ആണ് കേട്ടോ. അല്ലാതെ വെറും ഫോർഫീറ്റർ ഓഫ് ഷെയർസ് മാത്രമേ ചിലപ്പോൾ വരണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷെയർസ് ഇഷ്യൂ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, ചിലപ്പോൾ അതിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു. ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നാൽ നമ്മൾക്ക് 2 സിറ്റുവേഷൻസ് ഉണ്ടാവും. ഒന്നെങ്കിൽ റീഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പ്രോരാറ്റ ബേസിസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നീട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടാവാം, കോൾസ് ഇൻ അഡ്വാൻസസ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഉണ്ടാവും. അതും കഴിഞ്ഞ് പിന്നീട് വരുന്നതാണ് എന്ത്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഇങ്ങനെ കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ടുണ്ടായിരുന്ന നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്യുന്നതിന് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നു. അതിന്റെ ജേർണൽ എൻട്രീസ് വരുന്നു. അതിനെ നമ്മൾ റീ ഇഷ്യൂ ചെയ്യുന്നു. അതിന്റെ ജേർണൽ എൻട്രീസ് വരുന്നു. സോ ഇതൊക്കെ ഓൾറെഡി ഉള്ള ജേർണൽ എൻട്രീസ് ആഡ് ഓൺ ആയിട്ടാണ് ഫോർഫീച്ചർ അക്കൗണ്ട് വരുന്നത്. ഓക്കെ, ഫോർ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഓൾറെഡി ഉള്ള ബാക്കിയുള്ള എൻട്രീസ് ഒക്കെ ഉണ്ട്. അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് അറ്റ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്, മൂന്നാമത് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഇതൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. ഇതൊന്നും കൂടാതെ അഡീഷണൽ ആയിട്ട് കോൾസ് ഇൻ അരിയേഴ്സ് ഒക്കെ വരുന്ന സമയത്താണ് ഫോർഫീച്ചർ ഉണ്ടാവുക. ഫോർ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ജേർണൽ എൻട്രി എന്താണെന്ന് വെച്ചാൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റഡ്, ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്, ടു ഷെയർ ഫോർഫീറ്റ് അക്കൗണ്ട്. തൽക്കാലം സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അവിടെ വെക്കാം.
ഇങ്ങനെ ഒരു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഇവിടെ ഇല്ലാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്രീമിയത്തിലല്ല ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക. നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന ജേണൽ എൻട്രീസ് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ടു ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട്. അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഫിഗേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിളിനെ നമുക്ക് എടുക്കാം. 100 നമ്പർ ഓഫ് ഷെയർസ് ആയിരുന്നു നമുക്ക് ഫോർഫീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് നമ്മൾ കയ്യിലുള്ള എമൗണ്ട്. കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് നമ്മൾ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻറ്റു ₹30 എത്ര എമൗണ്ട് വരാം? 3000. 3000 റുപ്പീസ് ഒരു ഷെയർ ഹോൾഡർ നമുക്ക് പേയ്മെന്റ് തരാനുണ്ട്. അങ്ങനെ തരാനുണ്ടായിരിക്കെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഷെയർ ഹോൾഡറെ ഞാൻ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രകാരം 100 റുപ്പീസ് ആയിരുന്നു ഫേസ് വാല്യൂ. സോ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ഈസ് ₹100. പിന്നെ കോൾഡ് അപ്പ് വാല്യൂ. എന്താണ് കോൾഡ് അപ്പ് വാല്യൂ? നമ്മൾ ഇതുവരെ കോൾ ചെയ്ത വാല്യൂ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതായത് ഇലിസ്ട്രേഷൻ നമ്പർ 11 ആണോ 12 ആണോ? ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ നേരത്തെ കഴിഞ്ഞ ലെക്ചർ ചെയ്ത 11 ക്വസ്റ്റ്യൻ? ഇലിസ്ട്രേഷൻ നമ്പർ 11 ഓക്കെ, നമ്മൾ ചെയ്ത പ്രകാരം എല്ലാ ഫൈനൽ കോൾ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 100 റുപ്പീസ് തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് കോൾ മാത്രമേ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കോൾ വരെയുള്ള ടേം എമൗണ്ട് ഇവിടെ ഇപ്പോൾ ഫൈനൽ കോൾ വരെ കോൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫൈനൽ കോൾ വരെയുള്ള എമൗണ്ട് എടുത്തിട്ടുണ്ട്, കോൾഡ് അപ്പ് വാല്യൂ. അപ്പൊ ഇത്രയും ഫിഗേഴ്സ് നമ്മൾ എടുത്തു. കോൾസ് ഇൻ അരിയേഴ്സിൽ ഇത്ര ബാലൻസ് ഉണ്ട്, 100 റുപ്പീസ് ആണ് ഫേസ് വാല്യൂ, കോൾഡ് അപ്പ് വാല്യൂ 100 ആണ്. നമ്മുടെ ജേണൽ എൻട്രി നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എന്താണ് ശരിക്കും? ഈ നമ്പർ ഓഫ് ഷെയർസിനെ നമ്മൾ റിമൂവ് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം, ഫോർഫീറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യണം. എന്തുകൊണ്ടാണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ ഇലിസ്ട്രേഷൻ നമ്പർ 11 ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ 5000 നമ്പർ ഓഫ് ഷെയർസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ജേണൽ എൻട്രീസ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കേ, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? 5000 നമ്പർ ഓഫ് ഷെയർസ്. രണ്ടാമത് ഷെയർ അലോട്ട്മെന്റ് ആയിട്ട് നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എത്രയാണ്? 5000 നമ്പർ ഓഫ് ഷെയർസ്. പിന്നെ മൂന്നാമത് ഫസ്റ്റ് കോൾ ആയിട്ട് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ട് എത്ര നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 5000. പിന്നെ ഫൈനൽ കോൾ ആയിട്ട് നമ്മൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്രയാണ്? 5000 നമ്പർ ഓഫ് ഷെയർസ്. അപ്പൊ നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഓരോ ഇൻസ്റ്റാൾമെന്റിന്റെ സമയത്തും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏത് എമൗണ്ട് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? എത്രയാണോ ടോട്ടൽ അലോട്ടഡ് നമ്പർ ഓഫ് ഷെയർസ് അത് മൊത്തമാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇതുവരെ 5000 നമ്പർ ഓഫ് ഷെയർസ് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും 100 നമ്പർ ഓഫ് ഷെയർസിന്റെ ക്യാപിറ്റൽ വാല്യൂ നമ്മൾ റിമൂവ് ചെയ്യണം. സോ 100 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഏത് വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്? ഫേസ് വാല്യൂ ആണോ? അല്ല, ഇൻറ്റു കോൾഡ് അപ്പ് വാല്യൂ. കോൾഡ് അപ്പ് വാല്യൂ എന്ന് വെച്ചാൽ ഇതുവരെ എത്ര എമൗണ്ട് ആണോ കോൾ ചെയ്തത് ആ എമൗണ്ട് 100 ഇൻറ്റു ഇവിടെ ഇപ്പൊ നിലവിൽ ഇപ്പം എത്ര റുപ്പീസ് ആണ് നമ്മൾ നിലവിൽ കോൾ ചെയ്തിട്ടുള്ളത്? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഫുൾ ഫൈനൽ കോൾ വരെ കോൾ ചെയ്തിട്ടുണ്ട്. ഇനി അലോട്ട്മെന്റ് മണി വരെ മാത്രമേ കോൾ ചെയ്തിട്ടുള്ളൂ എങ്കിൽ എത്ര മാത്രമേ എടുക്കണ്ടൂ? അലോട്ട്മെന്റ് വരെയുള്ള എമൗണ്ട് മാത്രം. സോ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 100 ഇൻറ്റു ₹100 എത്ര വരും? 10,000. ഓക്കെ, ഡൺ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. 2 കോൾസ് ഇൻ അരിയേഴ്സ്. ഈ കോൾസ് ഇൻ അരിയേഴ്സിലെ അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് ഏതെന്നറിയോ? ഏതായിരിക്കും? നമ്മൾ നേരത്തെ റിസീവബിൾ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. whenever there is a due from shareholder, we have debited calls in arrears account during the receipt of amount. സോ നമ്മൾ ബാങ്ക് അക്കൗണ്ട് എവിടെ കാണിക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? സോ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു. പിന്നീട് ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടി. പക്ഷെ ഫൈനൽ കോൾ ഉണ്ടായിരുന്ന കോൾസ് ഇൻ അരിയേഴ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ കോൾസ് ഇൻ അരിയേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നേരത്തെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ജേണൽ എൻട്രി വിൽ ബി 2 കോൾസ് ഇൻ അരിയേഴ്സ്. ഈ കോൾസ് ഇൻ അരിയേഴ്സിന്റെ എമൗണ്ട് ഏത് എമൗണ്ട് ആണെന്നറിയോ?
കിട്ടാത്തത്. ഇതുവരെ കിട്ടാത്ത എത്ര എമൗണ്ട് ആണ് അതാണ് കോൾസ് ഇൻ അരിയേഴ്സിൽ ഉണ്ടാവുക. കിട്ടാത്തത് നമ്മൾ എന്ത് ചെയ്യണം? കോൾസ് ഇൻ അരിയേഴ്സിൽ കാണിക്കണം. ഓക്കെ. കൂടാതെ ടു ഫോർഫീറ്റഡ് അക്കൗണ്ട്, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഇവിടുത്തെ ബ്രാക്കറ്റിൽ വരുന്ന എമൗണ്ട് ഏതാണെന്ന് വെച്ചാൽ കിട്ടിയത്. അപ്പോൾ എമൗണ്ട് വിൽ ബി, ഇതുവരെ നമ്മുടെ കോൾസ് ഇൻ അരിയേഴ്സിലെ അക്കൗണ്ടിലുള്ള ബാലൻസ് എത്ര? 3000 ആണ്. ഇതുവരെ നമുക്ക് കിട്ടിയത് എത്ര വരെയുള്ള എമൗണ്ട് ആണ്? അപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ട്, അലോട്ട്മെന്റ് മണി കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് കോൾ മണിയും കിട്ടിയിട്ടുണ്ട്. ഫൈനൽ കോളിന്റെ എമൗണ്ട് ആണ് കിട്ടാത്തത്. അപ്പൊ കിട്ടാത്തത് എമൗണ്ട് 30 × 100 എഴുതി. കിട്ടിയത് എത്ര എമൗണ്ട് ആണ്? ഫൈനൽ കോൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ എമൗണ്ടും, അതായത് 70 കിട്ടിയിട്ടുണ്ട്. 100 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 70 നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയ എമൗണ്ട് 7000. ഇവിടെ കിട്ടാത്ത എമൗണ്ട് 100 × ₹30. ഇതാണ് കിട്ടാത്ത എമൗണ്ട്. ഇതാണ് ജേർണൽ എൻട്രി റിലേറ്റഡ് ടു ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഡൺ. ഈ എൻട്രി മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ, ഇവിടെ ഒരു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് കാണാം. ഇത് ഇൻക്ലൂഡ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ, സിമിലർ ക്വസ്റ്റ്യൻ തന്നെ, ഇതിൽ നമുക്കൊരു എമൗണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇഫ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് പ്രീമിയം ഈസ് നോട്ട് റിസീവ്ഡ്. ഈ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തത്, അതേപോലെ തന്നെ പ്രീമിയം എമൗണ്ട് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇനി അഥവാ പ്രീമിയം അക്കൗണ്ട് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിലോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ഡെബിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി നമുക്ക് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യനിൽ. നമ്മൾ നേരത്തെ സെയിം എക്സാമ്പിൾ 100 നമ്പർ ഓഫ് ഷെയർസ് എടുക്കാം. അപ്ലിക്കേഷൻ മണി ₹20, അലോട്ട്മെന്റ് മണി ₹30 പ്ലസ് 20, പിന്നെ ഫസ്റ്റ് കോൾ 20, ഫൈനൽ കോൾ 30. നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇൻസ്റ്റാൾമെന്റ് ഒക്കെ സെയിം തന്നെ, പക്ഷെ ഞാൻ അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു ₹20 പ്രീമിയം എമൗണ്ട് അലോട്ട്മെന്റ് സമയത്ത് അടക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ ഈ ഒരു ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം 100 നമ്പർ ഓഫ് ഷെയർസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് എവിടെയാണ് വരുന്നത്? ഫൈനൽ കോൾ, അതായത് 100 × ₹30, 3000 ആണ് കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് വരുന്നത്. അതുവരെയുള്ള ബാക്കിയുള്ള എല്ലാ എമൗണ്ട് കിട്ടി. ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇത് വായിച്ചിട്ട്, ഇഫ് ദ എമൗണ്ട് ഈസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, പ്രീമിയത്തിലാണോ? അതെ, പ്രീമിയത്തിലാണ്. ആൻഡ് പ്രീമിയം ഈസ് നോട്ട് റിസീവ്ഡ്, പ്രീമിയം റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞത്. നമുക്കിവിടെ പ്രീമിയം കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എപ്പോ? അലോട്ട്മെന്റ് സമയത്ത്. പിന്നെ ഫസ്റ്റ് കോൾ നമുക്ക് കിട്ടി, ഫൈനൽ കോൾ ആണ് പേയ്മെന്റ് ചെയ്യാതിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരില്ല? പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് ഒരു ജേർണൽ എൻട്രി വരില്ല, പ്രീമിയം എമൗണ്ട് കിട്ടിയത് കൊണ്ട്. ഇവിടുത്തെ നമ്മൾ ഫോർഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജേർണൽ എൻട്രി എന്തായിരിക്കും? ഫോർഫീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാ? എത്രയാണോ നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് ഉള്ളത്, ആ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ജേർണൽ എൻട്രി എന്താ? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ് നമ്പർ ഓഫ് ഷെയർസ് 100 ഇൻറ്റു ഇതുവരെ ഉണ്ടായിരുന്ന കോൾഡ് അപ്പ് വാല്യൂ, ഫൈനൽ കോൾ വരെ വിളിച്ചിട്ടുണ്ട്. സോ ഇവിടെ ₹100 വന്നു. 10,000 ടു കോൾസ് ഇൻ അരിയേഴ്സ്. നമ്മൾ നേരത്തെ കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു അസറ്റ് ഇല്ല. ഇനി ആ ഒരു എമൗണ്ട് കിട്ടില്ലല്ലോ, കാരണം നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോവാണ്. എത്ര എമൗണ്ടാ? കിട്ടിയ എമൗണ്ട് ആണോ അവിടെ കാണിക്കേണ്ടത്? കിട്ടാത്തതാണോ കാണിക്കേണ്ടത്? ഇവിടെ കിട്ടാത്തത്. പിന്നെ ടു ഫോർഫീറ്റഡ് അക്കൗണ്ട്, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഈ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ശരിക്കും നമ്മൾ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നറിയോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എമൗണ്ട് കിട്ടിയത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഷെയർ ക്യാൻസൽ ചെയ്തതിന് ശേഷം വരുന്ന നമ്പർ ഓഫ് ഷെയർസ് ആരുടെ പ്രോപ്പർട്ടിയാണ്? കമ്പനിയുടെ പ്രോപ്പർട്ടി. സോ കമ്പനിക്കുള്ള ഒരു ടോട്ടൽ പ്രോഫിറ്റ് ആയിരിക്കും എന്ത്? ഈ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. നോർമലി പ്രോഫിറ്റ് കൂടുന്ന സമയത്ത്, ഗെയിൻ കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. കോൾസ് ഇൻ അരിയേഴ്സ് എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ? നേരത്തെ നമ്മൾ റിസീവബിൾ അക്കൗണ്ട് അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അസറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അസറ്റ് എന്തായി? കുറഞ്ഞു. അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം.
പിന്നെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായത്? നമുക്ക് ഇക്വിറ്റി ഷെയർസ് നമ്പർ ക്യാൻസൽ ചെയ്യണം. നേരത്തെ നമ്മൾ കൂടുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർസ് നമ്പർ ഓഫ് ഷെയർസ് കൂടുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന്. ഇപ്പം ക്യാപിറ്റൽ കുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇതാണ് ജേണൽ എൻട്രിയുടെ റൂൾസ്. ഇപ്പൊ ഇവിടെ കിട്ടാത്ത എമൗണ്ട് എന്ന് പറയുന്നത് കോൾസ് ആൻഡ് അരിയേഴ്സ് ആയിട്ട് എത്ര എമൗണ്ട് ആണ്? 3000 ആണ്. കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 7000 ആണ്. ഇത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തത്, അതെ. പക്ഷെ പ്രീമിയം എമൗണ്ട് റിസീവ്ഡ് ആണോ? അതെ. അതുകൊണ്ട് നമുക്ക് എന്തില്ല, പ്രത്യേകിച്ച് ജേണൽ എൻട്രി ഡിഫറൻസസ് ഒന്നും ഇല്ല, ഇതേ സെയിം ജേണൽ എൻട്രി. ഇനി ഈ ഒരു പ്രീമിയം എമൗണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, ഓക്കെ. അതേപോലെ ഫൈനൽ കോൾ വിളിച്ചിട്ടൊന്നില്ലേ, ക്വസ്റ്റ്യൻ എൻറ്റയർലി മാറിട്ടോ. ഫൈനൽ കോൾ വിളിച്ചിട്ടില്ല, ഇതുവരെ വിളിച്ചിട്ടുണ്ടായിരുന്ന കോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് കോൾ വരെയും അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്തിട്ടില്ല. വെറും അപ്ലിക്കേഷൻ മണി മാത്രമേ റിസീവ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഫസ്റ്റ് കോൾ വരെ നമ്മൾ വെയിറ്റ് ചെയ്തു, അലോട്ട്മെന്റ് മണി തന്നിട്ടില്ല. നമ്മൾ ഫസ്റ്റ് കോൾ വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി, നമുക്ക് ആ പേയ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ആലോചിച്ചു. പിന്നീട് നമുക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മനസ്സിലായത് ഇങ്ങനെ ഒരു എമൗണ്ട് ഇനി എനിക്ക് കിട്ടാൻ ചാൻസസ് ഇല്ല. അപ്പൊ അവർ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വിറ്റി ഷെയർ നമ്പർ ഓഫ് ഷെയർസ് ക്യാൻസൽ ചെയ്യാൻ, ഫോർഫീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ കോൾസിന്റെ അരിയേഴ്സിലേക്ക് എത്ര എമൗണ്ട് വരും? അലോട്ട്മെന്റ് മണിയും അതുപോലെ തന്നെ ഫസ്റ്റ് കോൾ മണിയും തന്നിട്ടില്ല. 30 + 20 50 റുപ്പീസ് ആണ് നമുക്ക് അലോട്ട്മെന്റ് മണിയായിട്ട് തരേണ്ടിയിരുന്നത്. പക്ഷെ എത്രേ തന്നിട്ടുള്ളൂ? ഒന്നും തന്നിട്ടില്ല. 50 റുപ്പീസ് പ്ലസ് ഫസ്റ്റ് കോൾ ആയിട്ട് എത്ര എമൗണ്ട് ആണ് നമുക്ക് തരാനുള്ള? 70. അപ്പൊ 50 + 20 70 റുപ്പീസ് നമുക്ക് കോൾസിന്റെ അരിയേഴ്സ് ആയിട്ട് അവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 100 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹70 ആയിരിക്കും നമ്മുടെ കോൾസ് ഇൻ അരിയേഴ്സിൽ ഉണ്ടാവുക. എത്ര എമൗണ്ട് ആണത്? 7000 റുപ്പീസ്. ഓക്കെ, ഇനി ജേണൽ എൻട്രി നോക്കാം. ജേണൽ എൻട്രി ഒന്നാമത് എന്താണ്? ഷെയർ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നേരത്തെ കൂടുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാൻസൽ ചെയ്യുമ്പോൾ, ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. പിന്നെ ഇവിടെ വരുന്ന എമൗണ്ട് ഏതാ? കോൾസിൻ അരിയേഴ്സിലേക്ക് കിട്ടാത്തത്, താഴെയോ കിട്ടിയത്. സോ മുകളിൽ കോൾസിൻ അരിയേഴ്സ് ആയിട്ട് കിട്ടാത്ത എമൗണ്ടും താഴെയുള്ള ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് കിട്ടിയ എമൗണ്ട്, കിട്ടിയത് എമൗണ്ടും, അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടത് ഏത് എമൗണ്ട് ആണ്? കോൾഡ് അപ്പ് വാല്യൂ. ഇപ്പൊ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു കോൾഡ് അപ്പ് വാല്യൂ ആണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട എമൗണ്ട്. ഓക്കെ, ഡൺ. സോ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് എത്ര എമൗണ്ട് ആണ്? 100 നമ്പർ ഓഫ് ഷെയർസ് ആണ്, അതിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഇൻറ്റു ഇതുവരെ ഉണ്ടായിരുന്ന കോൾഡ് അപ്പ് വാല്യൂ. കോൾഡ് അപ്പ് വാല്യൂ നമ്മൾ എപ്പോഴും നോക്കുന്ന സമയത്ത് പ്രീമിയത്തിന് ഇൻക്ലൂഡ് ചെയ്തിട്ടല്ല പറയാം. പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ്. പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് പ്രീമിയം ആണ്, അത് കോൾഡ് അപ്പ് വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. കോൾഡ് അപ്പ് വാല്യൂ ആയിട്ട് നമ്മൾ ഏത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ? ഫേസ് വാല്യൂയുടെ കോൾഡ് അപ്പ് വാല്യൂ. സോ ഇവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ 20 റുപ്പീസ് അപ്ലിക്കേഷനിൽ കോൾ ചെയ്തു, അലോട്ട്മെന്റ് 30 റുപ്പീസ് കോൾ ചെയ്തു, ഫസ്റ്റ് കോൾ ആയിട്ട് 20 റുപ്പീസ് കോൾ ചെയ്തു. അപ്പൊ 20 + 30 50 70 റുപ്പീസ് ആണ് ഇതുവരെ കോൾ ചെയ്തത്. ഓക്കെ, ഡൺ. ഇതുവരെ കോൾ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 70 റുപ്പീസ്. എത്ര നമ്പർ ഓഫ് ഷെയർസ്? 100. ഓക്കെ അല്ലേ? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. 20 റുപ്പീസ് അപ്ലിക്കേഷൻ, 30 റുപ്പീസ് അലോട്ട്മെന്റ്, 20 റുപ്പീസ് ഫസ്റ്റ് കോൾ. ഇതുവരെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്ന എമൗണ്ട് ആണ് 100 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 70. അതുവരെയുള്ള ജേണൽ എൻട്രീസ് ഓൾറെഡി അവിടെ ഉണ്ട് കേട്ടോ. അത് ഇഷ്യൂ ചെയ്യുന്നു, അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നു, പിന്നെ നമുക്ക് അലോട്ട്മെന്റ് ചെയ്യുന്നു, പിന്നീട് നമ്മൾ അലോട്ട്മെന്റിന് ശേഷം ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്നു. അതൊക്കെ എൻട്രി അവിടെ തന്നെ ഉണ്ട്. അതിനുശേഷം വരുന്ന ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ജേണൽ എൻട്രി മാത്രമാണ് ഇത്. പിന്നെ 2 കോൾസിൻ അരിയേഴ്സ്, കിട്ടാത്തതായിട്ടുള്ള എമൗണ്ട് നമ്മളിവിടെ കാണിക്കണം. ഇവിടെ കിട്ടാത്തതായിട്ടുള്ള എമൗണ്ട് ശരിക്കും എത്രയാണ്? 30 റുപ്പീസ് എവിടെ നിന്ന് കിട്ടിയിട്ടില്ല? അലോട്ട്മെന്റിന്റെ കോൾ ചെയ്ത എമൗണ്ട് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ 20 റുപ്പീസ് പ്രീമിയം എമൗണ്ട് ഉണ്ടായിരുന്നു, അതും കിട്ടിയിട്ടില്ല. പിന്നെ മൂന്നാമത് നമുക്ക് ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് ഉണ്ടായിരുന്നു, ആ ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ മൊത്തം 30 + 20 50, 50 + 20 70. അഗെയിൻ ഇവിടെയും 70. 100 നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായിരുന്നു, അതിൽ നമ്മൾക്ക് 70 റുപ്പീസ് കിട്ടിയിട്ടില്ല, കിട്ടാത്തത്. അതേപോലെ ഇതുവരെ കിട്ടിയ എമൗണ്ട് എത്രയാ? അപ്ലിക്കേഷൻ മണി മാത്രം. അപ്ലിക്കേഷൻ മണി തന്നതിന് ശേഷം പിന്നീട് അവന്റെ അഡ്രസ് ഇല്ല.
അലോട്ട്മെന്റ് മണിയും കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എമൗണ്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി എമൗണ്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യാം? കിട്ടിയതായിട്ടുള്ള എമൗണ്ട് ഏതാണ്? അപ്ലിക്കേഷൻ മണി മാത്രമാണ് കിട്ടിയത്. സോ 100 നമ്പർ ഓഫ് ഷെയർസിന്റെ മുകളിൽ ഇൻറ്റു ₹20 ഇത് മാത്രമാണ് കിട്ടിയത്. ഇനി നമുക്ക് എമൗണ്ട് കോളത്തിലിടാം. 100 × 20 എത്ര? 2000. 100 × 70 എത്ര? 7000. ഡെബിറ്റ് സൈഡിൽ 100 × 70 എത്ര? 7000. ടാലി ആയോ? ഇല്ല. ഇവിടെയാണ് നമുക്ക് ഏത് അക്കൗണ്ട് വരാം? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റഡ്. 100 number of shares into ₹20. 100 number of shares into ₹20. ഇത് 2000. ഇപ്പൊ ടാലി ആയോ? ഇവിടെ 9000 ആണ്, ഇവിടെ 9000. ഇതാണ് ജേർണൽ എൻട്രീസ് വെൻ ദർ ഈസ് ആൻ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആൻഡ് ദ പ്രീമിയം എമൗണ്ട് ഈസ് നോട്ട് റിസീവ്ഡ് ബൈ ദ കമ്പനി. ഓക്കെ, ഈ ജേർണൽ എൻട്രീസ് നോട്ട് ചെയ്തല്ലേ? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എപ്പോഴാണ് വന്നത്? പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പ്രീമിയം എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഡൺ. ഇതാണ് ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ്. ഒന്നാമത്തെ ജേർണൽ എൻട്രി കഴിഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഏതാ? നമ്പർ ഓഫ് ഷെയർസ് ഫോർഫീറ്റഡ്. എത്രയാണോ ഞാൻ ഫോർഫീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ്, ആ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു കോൾഡ് അപ്പ് വാല്യൂ. എത്രയാണ് കോൾ ചെയ്തിട്ടുള്ളത്, ആ കോൾഡ് അപ്പ് വാല്യൂ ആണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യേണ്ടത്. രണ്ടാമത് പ്രീമിയം എമൗണ്ടിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്തതെങ്കിലും, അതേപോലെ തന്നെ പ്രീമിയം എമൗണ്ട് റിസീവ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. ഇനി കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ രണ്ട് ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾസ് ഇൻ അരിയേഴ്സിലേക്ക് ഏതാണ് വരേണ്ടത്? കിട്ടാത്തത്. ഇവിടെ കിട്ടാത്തതായിട്ടുള്ള എമൗണ്ട്, ഇവിടെയോ കിട്ടിയത്. ഇവിടെ കിട്ടിയതായിട്ടുള്ള എമൗണ്ട്. സോ ഫോർഫീച്ചറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കിട്ടിയ എമൗണ്ട് ആണ്. ഈ കിട്ടിയ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനുള്ള റീസൺ നമ്മൾക്കുള്ള കമ്പനിക്കുള്ള ഒരു ഗെയിൻ ആണ്, പ്രോഫിറ്റ് ആണ്. ആ ടോട്ടൽ പ്രോഫിറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ജേർണൽ എൻട്രി അല്ല. നിങ്ങൾ കൺസെപ്റ്റ് ബേസ് ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജേർണൽ എൻട്രീസും ആദ്യത്തെ ജേർണൽ എൻട്രീസും അറിയണം കേട്ടോ, എന്നാലേ നമുക്ക് ഫോർഫീച്ചർ ക്ലിയർ ആവുള്ളൂ. കാരണം നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് ചെയ്തു, ഓരോ സമയത്ത് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്യൂ എൻട്രി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ 2, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 2, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. നേരത്തെ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ സമയത്ത് അലോട്ട്മെന്റ് മണി കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഡൺ. ഇനി ഇതേ സിറ്റുവേഷനിൽ ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ക്യാൻസൽ ചെയ്തു, ഫോർഫീറ്റ് ചെയ്തു. ഫോർഫീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു നമ്പർ ഓഫ് ഷെയർസ് റീ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിലുള്ള ജേർണൽ എൻട്രി ആണ് ഇനി വരുന്നത്. നമ്മൾ റീ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന നമ്പർ ഓഫ് ഷെയർസ്, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മളിവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്ന, ഫോർഫീറ്റ് ചെയ്തത്? 100 നമ്പർ ഓഫ് ഷെയർസ്. സോ 100 നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി റീ ഇഷ്യൂഡ് ഇൻ 2 ways. അറ്റ് ഫേസ് വാല്യൂ, 2 ways അല്ല 3 ways. അറ്റ് പ്രീമിയം ആൻഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള ഷെയർസ് നമുക്ക് വേണമെങ്കിൽ റീ ഇഷ്യൂ ചെയ്യാം. സോ റീ ഇഷ്യൂ നമുക്ക് ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യാം. സോ ഈ 100 നമ്പർ ഓഫ് ഷെയർസ് നമ്മുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 100 rupees ആണ്. വേണമെങ്കിൽ 100 rupees കൊടുക്കാം, അല്ലെങ്കിൽ 110 rupees പ്രീമിയം എമൗണ്ട് ആയിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എത്ര രൂപ കൊടുക്കാം? 90 rupees കൊടുക്കാം. ഈ 3 സിറ്റുവേഷൻസിലും വരുന്ന ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഫേസ് വാല്യൂ ആണെങ്കിൽ എന്ത് എമൗണ്ട് വരും, പ്രീമിയം എമൗണ്ടിലാണെങ്കിൽ എങ്ങനെയാണ് വരാം, അതുപോലെ തന്നെ ഡിസ്കൗണ്ടിലാണെങ്കിൽ എങ്ങനെ വരാം. ഇതിൽ ഫേസ് വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രീമിയം എമൗണ്ടിൽ വരുന്നതും ഇത് രണ്ടും ഓൾറെഡി നമുക്ക് അറിയുന്ന ജേർണൽ എൻട്രീസ് ആണ്. സാധാരണ ഒരു ഷെയർസ് എങ്ങനെയാണോ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്ന ജേർണൽ എൻട്രീസ്, അതേ ജേർണൽ എൻട്രീസ് തന്നെയാണ് ഫേസ് വാല്യൂവിലും അതുപോലെ തന്നെ പ്രീമിയം എമൗണ്ടിലും വരുന്ന ജേർണൽ എൻട്രീസ്. പിന്നെ റീ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നോർമലി ഒരു എൻട്രിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? റീ ഇഷ്യൂ ചെയ്യുക. റീ ഇഷ്യൂ ചെയ്യുന്നത് ഇൻസ്റ്റാൾമെന്റിൽ നോർമലി ഉണ്ടാവാറില്ല, ലംസമായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ജേർണൽ എൻട്രി എന്താ? റീ ഇഷ്യൂ ചെയ്തു. റീ ഇഷ്യൂ ചെയ്താൽ നോർമലി പുതിയ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആയിട്ടുള്ള മിസ്റ്റർ സി നമുക്ക് ചിലപ്പോൾ പേയ്മെന്റ് ബാങ്കിൽ തരും.
സോ ബാങ്കിലേക്ക് പേയ്മെന്റ് തരുന്ന സമയത്ത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. എത്ര എമൗണ്ട്? റുപ്പീസ് 100 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 100 റുപ്പീസ് 10,000 റുപ്പീസ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു. ഓക്കെ. 2 എന്താണ് എൻട്രി വരാം? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര? 10,000. സോ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് വന്നു, കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് വന്നു, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 10,000 ട്രാൻസ്ഫർ ചെയ്തു. ഇതാണ് നമ്മൾ നോർമലി വരുന്ന ലംസം ആയിട്ടുള്ള ഒരു ജേണൽ എൻട്രി. ഓക്കെ അല്ലേ? സോ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരുന്നു, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. രണ്ടാമത്തെ സിറ്റുവേഷൻ, പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ എമൗണ്ട് ഇങ്ങോട്ട് കിട്ടൂലേ? നമ്മൾ 10 റുപ്പീസ് 110 റുപ്പീസിനാണ് നമുക്ക് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്ത് റീ ഇഷ്യൂ ചെയ്യുന്നത് വിചാരിക്കുക. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് 100 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു റുപ്പീസ് 110 എത്ര വരും? 11,000 rupees. 2 equity share capital account. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര മാത്രമേ പോകുള്ളൂ? 100 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 100, അതായത് 10,000 മാത്രമേ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുള്ളൂ. ബാക്കി എമൗണ്ടോ? 2 സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് 1,000 റുപ്പീസും ട്രാൻസ്ഫർ ചെയ്യും. സിമ്പിൾ. 100 നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായിരുന്നു, 10 റുപ്പീസ് ആയിരുന്നു നമ്മുടെ പ്രീമിയം എമൗണ്ട്, 1,000 റുപ്പീസ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് പോകും. ഇവിടെയും കുഴപ്പമൊന്നുമില്ല, ഇത് നമ്മൾ ഓൾറെഡി പാസ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രി ആണ്. ഇനിയാണ് അടുത്ത വെറൈറ്റി സാധനം. വെറൈറ്റി എന്ന് വെച്ചാൽ എന്താ? ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. എത്ര രൂപക്ക്? 90 റുപ്പീസ്. നമ്മളെ കയ്യിലുണ്ടായിരുന്ന 100 നമ്പർ ഓഫ് ഷെയർസിന്റെ ആക്ച്വൽ ഫേസ് വാല്യൂ 100 റുപ്പീസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ റീ ഇഷ്യൂ ചെയ്യുന്നത്, കാരണം ഓൾറെഡി എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയി, പിന്നീട് നമ്മൾ റീ ഇഷ്യൂ ചെയ്യുന്നതാണ്. പ്രൈവറ്റ് ആയിട്ടോ മറ്റായിരിക്കും നമ്മൾ റീ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഡിസ്കൗണ്ടിൽ തരാൻ പറഞ്ഞേക്കാം. അങ്ങനെ നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുത്തു. ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? കമ്പനിക്ക് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ? എക്സ്പെൻസ്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ പ്രീമിയത്തിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാലോ കമ്പനിക്ക് ഇൻകം ആണ്. കമ്പനിയുടെ ഇൻകം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. നമ്മുടെ കമ്പനിയുടെ ഇൻകം ആണ്. ഇൻകം കൂടുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, ഗെയിൻ കൂടുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ എക്സ്പെൻസസ് കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഡെബിറ്റ്. അതെ. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര എമൗണ്ട് വരും? 100 നമ്പർ ഓഫ് ഷെയർസ്, അതിൽ ഡിഫറൻസ് ഒന്നുമില്ല, ഇൻറ്റു 90 റുപ്പീസ് മാത്രമേ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് പേയ്മെന്റ് ചെയ്യുള്ളൂ. എത്ര എമൗണ്ട് വരും? 9,000 റുപ്പീസ് ഡെബിറ്റ് വന്നു. ഓക്കെ. 2 ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലേക്ക് ഓൾവേസ് ഏത് എമൗണ്ട് ആയിരിക്കും പോവാ? ഫേസ് വാല്യൂ. സോ 100 നമ്പർ ഓഫ് ഷെയർസിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. ഇനി ഈവൻ ഡിസ്കൗണ്ടിലാണ് കൊടുത്തത് എങ്കിലും ഫേസ് വാല്യൂ 100 റുപ്പീസ് ആണ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എപ്പോഴും പോകേണ്ടത് ഫേസ് വാല്യൂ ആണ്. 10,000 റുപ്പീസ് എവിടെ വന്നു? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വന്നു. ഓക്കെ. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് ഇല്ല. 1,000. ഈ 1,000 വിൽ ബി ട്രാൻസ്ഫേർഡ് ടു, അല്ലെങ്കിൽ ഡെബിറ്റഡ്. ഏത് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും? എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓൺ റീ ഇഷ്യൂ അല്ലെ? റീ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന എക്സ്പെൻസസ്. നോർമലി നമ്മൾ എങ്ങനെയല്ലേ എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യാം? എന്ത് എക്സ്പെൻസ് ആണെങ്കിൽ, ഇപ്പൊ റെന്റ് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ റെന്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ്. ഇനി നമ്മൾ സാലറി ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ സാലറി അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ്. ഇനി ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് അല്ലേ? എല്ലാ എക്സ്പെൻസ് ആണെങ്കിലും എന്ത് എക്സ്പെൻസ് ആണ് നേച്ചർ വരുന്നത് അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏതിനാണ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെയല്ലേ വരുന്നത്? പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട? എക്സ്പെൻസസ് ഓൺ റീ ഇഷ്യൂ എന്നുകൊണ്ട് പുതിയൊരു അക്കൗണ്ട് ഒന്നും നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഇങ്ങനെ ഒരു റീ ഇഷ്യൂ ഉണ്ടാവാനുള്ള റീസൺ എന്താ? മുന്നേ ഫോർഫീറ്റ് ചെയ്തതുകൊണ്ട്. സോ മുന്നേ ഫോർഫീറ്റ് ചെയ്ത ഒരു അക്കൗണ്ട് അവിടെ ഉണ്ടല്ലോ, ആ അക്കൗണ്ട് നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇത് കിട്ടിയ എമൗണ്ട് ആണെന്നും ഇത് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടായിരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2,000.
സോ ആക്ച്വലി ഈ 2000 റുപ്പീസ് പ്രോഫിറ്റ് റിയലൈസ് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണെന്നറിയോ? റീ ഇഷ്യൂ ചെയ്താൽ മാത്രം. സോ റീ ഇഷ്യൂ ചെയ്യുന്ന സിറ്റുവേഷനിൽ വരുന്ന ജേർണൽ എൻട്രി ഇങ്ങനെ പാസ് ചെയ്തു. അതേപോലെ തന്നെ റീ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഡിസ്കൗണ്ടിലാണ് റീ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ എക്സ്പെൻസ് അക്കൗണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പുതിയൊരു എക്സ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട. ഏത് അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്താൽ മതി? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെബിറ്റഡ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിന്റെ ബാലൻസ് നോക്കിയാൽ എത്രയായിരിക്കും ബാലൻസ്? മുന്നേ 2000 ഉണ്ടായിരുന്നു. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു ചാനൽ എൻട്രിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതിന്റെ മുകളിലുള്ളതല്ല കേട്ടോ. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് 2000 റുപ്പീസ് ആണ് ഇതുവരെ കിട്ടിയതെന്ന് പറഞ്ഞു. സോ 2000 റുപ്പീസിൽ നിന്നും നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എമൗണ്ടിൽ നിന്നും 1000 റുപ്പീസ് നമ്മൾ നേരത്തെ ഡെബിറ്റ് ചെയ്തു. ബാക്കി എത്ര എമൗണ്ട്? 1000. ഈ 1000 റുപ്പീസ് ആണ് നമ്മുടെ ഇപ്പോൾ സെക്യൂർ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിന്റെ ബാലൻസ്. ഇതുവരെ ഓക്കെ അല്ലേ? ഇതുവരെ ഒന്നും പോയിട്ടൊന്നുമില്ലല്ലോ. ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ ഷെയർ ഫോർഫീറ്റ് ചെയ്തു. ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ്. എമൗണ്ട് ഏതാ? നമ്പർ ഓഫ് ഷെയർസ് ഫോർഫീറ്റഡ് ഇൻറ്റു കോൾഡ് അപ്പ് വാല്യൂ. പിന്നെ ടു കോൾസ് ഇൻ അരിയേഴ്സ് കിട്ടാത്തത് ആയിട്ടുള്ള എമൗണ്ട് ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് കിട്ടിയതായിട്ടുള്ള എമൗണ്ട്. കിട്ടിയത് ക്രെഡിറ്റ് ചെയ്തു. ഇനി സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴാണ് വരാം? അഥവാ സെക്യൂരിറ്റി പ്രീമിയം അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രീമിയം എമൗണ്ടിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്, പക്ഷെ പ്രീമിയം എമൗണ്ട് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഡെബിറ്റ് ഉണ്ടാവും. അത് എടുക്കട്ടെ. പിന്നെ നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിനാണ് റീഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജേർണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര രൂപക്കാണ് നമ്മൾ റീഇഷ്യൂ ചെയ്തിട്ടുള്ളത്? ആ ഒരു പ്രൈസ് 9000 റുപ്പീസ് കിട്ടി. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത പ്രൈസ് അല്ല പോവാ. നമ്മൾ ഏത് പ്രൈസാണ് പോവാ? ഫേസ് വാല്യൂ ആണ് പോവാ. ഫേസ് വാല്യൂ അവിടെ പോയി ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബാലൻസിങ് ഫിഗർ എത്രയാ? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിന്റെ 1000. ഓക്കെ, ഇനി നമുക്ക് കൺസെപ്റ്റ് ഒന്നുകൂടി നോക്കാം. ജേർണൽ എൻട്രി. ഓക്കെ, ജേർണൽ എൻട്രി ഇതാണ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ്, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അത് ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ? ഡിസ്കൗണ്ടിലാണെങ്കിൽ ആ ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ഇവിടെ കാണിക്കണം. ഇനി നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തതെങ്കിലോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ക്രെഡിറ്റ് വരും. അപ്പൊ ഇവിടെ ഈ ഒരു അക്കൗണ്ട് ഉണ്ടാവില്ല. ഈ രണ്ടും ഒരേ സമയത്ത് വരില്ല. പ്രീമിയത്തിലാണെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം ക്രെഡിറ്റ് ചെയ്യും. ഇനി ഡിസ്കൗണ്ടിലാണെങ്കിലാണ് ഡിസ്കൗണ്ട് എമൗണ്ട് എന്ത് ചെയ്യാം? ഈ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് പോലെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ആഫ്റ്റർ റീ ഇഷ്യൂയിങ് ദ ഫോർഫീറ്റഡ് ഷെയർസ്, ആ സമയത്താണ് കമ്പനിയുടെ പ്രോഫിറ്റ് റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവസാനം ആഫ്റ്റർ റീ ഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മൾ ഒരു എൻട്രി കൂടി പാസ് ചെയ്യണം. ഫോർ ട്രാൻസ്ഫറിംഗ് ദ പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് ടു ക്യാപിറ്റൽ റിസർവ്. സോ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പ്രകാരമാണെങ്കിൽ 2000 റുപ്പീസ് നേരത്തെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 1000 റുപ്പീസ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മുടെ കയ്യിലുള്ളത് 1000 റുപ്പീസ് ആണ്. ആ 1000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? കാരണം ഇതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലേ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് കാണിക്കുക. സോ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. എമൗണ്ട് വിൽ ബി 1000 ടു ക്യാപിറ്റൽ റിസർവ് 1000. എത്രയാണോ നമ്മുടെ കയ്യിലുള്ള ബാലൻസ്. ഈ ബാലൻസ് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല നോക്കുകയാണെങ്കിൽ എന്താ പറയുക? ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് അല്ലെങ്കിൽ എത്ര? ഫോർഫീറ്റഡ് എമൗണ്ട്. ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എമൗണ്ട് ഉണ്ടാവില്ലേ? അതാണല്ലോ നമുക്ക് കിട്ടിയത്. കിട്ടിയതല്ലേ എമൗണ്ട് റിസീവ്ഡ്. ഫോർഫീറ്റഡ് അക്കൗണ്ട് നമ്മൾ നേരത്തെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ കിട്ടിയ എമൗണ്ട് മൈനസ് ഫർദർ ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ. അത് ഇവിടെ നമ്മൾ റീഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് ആണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. സോ 2000 ആയിരുന്നു. 2000 നിന്നും 1000 നമ്മൾ മൈനസ് ചെയ്ത് ബാക്കി 1000 റുപ്പീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത്രയേ ജേർണൽ എൻട്രീസ് ഉള്ളൂ റിലേറ്റഡ് ടു ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ചെയ്ത്. കമന്റ് ചെയ്യാൻ ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് മെൻഷൻ ചെയ്യാം, എന്നോട് പറയാം, പേഴ്സണലി മെസ്സേജ് അയക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ ഞാൻ അസ്യൂം ചെയ്തോളൂ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യം. ഓക്കെ.
കിളിയെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ബ്രേക്ക് ഒക്കെ എടുക്കുക, ഒന്ന് എണീറ്റ് നിൽക്കുക, ഒന്നും കൂടി ജേണൽ എൻട്രീസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുക, എന്നിട്ട് തിരിച്ചു വരാം. എന്നിട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേ കംപ്ലീറ്റ് റീഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള ജേണൽ എൻട്രീസ് ആണ് ഇവിടെ വന്നത്. ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 100 നമ്പർ ഓഫ് ഷെയർസ് കംപ്ലീറ്റ്ലി റീഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലുള്ള ജേണൽ എൻട്രി ആണ് ഇവിടെ. പക്ഷേ ഈ 100 നമ്പർ ഓഫ് ഷെയർസ് ഞാൻ റീഇഷ്യൂ ചെയ്തത് വെറും 80 നമ്പർ ഓഫ് ഷെയർസ് ആണ് റീഇഷ്യൂ ചെയ്തത് എന്ന് വിചാരിക്കാം. സോ റീഇഷ്യൂ ചെയ്തിട്ടുള്ളത് 80 നമ്പർ ഓഫ് ഷെയർസ് ആണ്. ഇവിടെയും 3 സിറ്റുവേഷൻ ഉണ്ടാവും. എന്താ? 100 റുപ്പീസ്, 110, പിന്നെ 90 റുപ്പീസ്. സോ നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 3 രീതിയിൽ എനിക്ക് വേണമെങ്കിൽ റീഇഷ്യൂ ചെയ്യാം. ഒന്നുകിൽ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഫേസ് വാല്യൂയിൽ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ആയിട്ട് ഇഷ്യൂ ചെയ്യാം. ഈ 3 സിറ്റുവേഷനിൽ വരുന്ന ജേണൽ എൻട്രീസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ജേണൽ എൻട്രീസ് ഫേസ് വാല്യൂവിലാണെങ്കിലും അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രീമിയം എമൗണ്ടിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോഴും ആ ഒരു ജേണൽ എൻട്രീസിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ജേണൽ എൻട്രീസിൽ ഡിഫറൻസ് വരുന്നത് ഒറ്റൊരു എൻട്രി മാത്രമായിരിക്കും. ഏത് എൻട്രിയാ? നമ്മൾ ഫൈനൽ എൻട്രി ഇല്ല നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്ന സെക്യൂരിറ്റി ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു അക്കൗണ്ടിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു എൻട്രിയിൽ മാത്രമാണ് ഡിഫറൻസ് വരാം. സോ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഷെയർ ഫോർഫീച്ചർ അവിടെ നിൽക്കട്ടെ, ഫേസ് വാല്യൂലുള്ളത് അടുക്കട്ടെ, നമ്മൾ പ്രീമിയത്തിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഡിസ്കൗണ്ടിന്റെ കാര്യം പറയാം. ഓക്കെ, ഒന്ന് നമ്മൾ ഈ റീഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, ഡെബിറ്റഡ്. എത്ര എമൗണ്ട് ആണ്? 80 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു പ്രീമിയം എമൗണ്ട് എത്രയാ? 110. എത്ര എമൗണ്ട് വരും? 80 ഇൻറ്റു 110, 8,800 റുപ്പീസ്. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര വരും? 80 ഇൻറ്റു 100, 8,000. ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 800. ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, സെറ്റ് അല്ലേ? നമ്മൾ ഇഷ്യൂ ചെയ്ത പ്രൈസ് നമുക്ക് ബാങ്കിലേക്ക് കിട്ടി, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് ഫേസ് വാല്യൂ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, പ്രീമിയം എമൗണ്ട് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്തു? എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എൻട്രിയിൽ കുഴപ്പമൊന്നുമില്ല. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ റിസർവിലേക്ക് ഫോർഫീച്ചർ അക്കൗണ്ടിന്റെ ബാലൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണോ റീഇഷ്യൂ ചെയ്തത്, ആ റീഇഷ്യൂ ചെയ്ത നമ്പർ ഓഫ് ഷെയർസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റ് മാത്രമേ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഫോർഫീച്ചർ അക്കൗണ്ടിൽ ഇപ്പം നിലവിലുള്ളത് 100 നമ്പർ ഓഫ് ഷെയർസിന്റെ ടോട്ടൽ പ്രോഫിറ്റ് ആണ്. പക്ഷെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് പോർഷൻ ആണ് റീഇഷ്യൂ ചെയ്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ടോട്ടൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. പകരം എന്ത് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ? പ്രൊപ്പോർഷനേറ്റ് ബേസ് ചെയ്തിട്ട് എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ റീഇഷ്യൂ ചെയ്തിട്ടുള്ളത് അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അപ്പൊ സാറേ ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ അവിടെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ബാലൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യാം, താഴെയുള്ള ഈ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇഫ് ദ പാർട്ട് ഓഫ് ഷെയർസ് ആർ റീഇഷ്യൂഡ്, നമ്മൾ കംപ്ലീറ്റ്ലി റീഇഷ്യൂ ചെയ്യുന്നില്ല, പാർട്ട് ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് ആർ റീഇഷ്യൂഡ്, then the profit shall have to be calculated proportionately as follows. Profit on reissue of forfeited shares നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യും. എന്ത് കാൽക്കുലേഷൻ? ടോട്ടൽ പ്രോഫിറ്റ് ഓൺ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. അത് ഏത് എമൗണ്ടാണ്? നേരത്തെ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ 2000, അതായത് 2000 ആണ് എന്റെ കയ്യിലുണ്ടായിരുന്ന ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് റീഇഷ്യൂഡ്. ഞാൻ ഇപ്പം നമ്പർ ഓഫ് ഷെയർസ് എത്ര റീഇഷ്യൂ ചെയ്തിട്ടുള്ളത്? 80. എത്ര നമ്പർ ഓഫ് ഷെയർസ് ആയിരുന്നു ഞാൻ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 100. സോ 100 നമ്പർ ഓഫ് ഷെയർസ് ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഔട്ട് ഓഫ് 100, 80 നമ്പർ ഓഫ് ഷെയർസ് ആണ് ഞാൻ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2000 ഇൻറ്റു 80 ഡിവൈഡ് ബൈ 100 എത്ര കിട്ടും? 1600. ഈ 1600 റുപ്പീസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ റിസർവിലേക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ജേണൽ എൻട്രി എന്തായിരിക്കും? ഷെയർ forfeited അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര രൂപ വരും? 1600. എങ്ങനെയാണ് 1600 വന്നേ? ടോട്ടൽ ഫോർഫീറ്റഡ് വാല്യൂ ഇൻറ്റു റീഇഷ്യൂഡ് നമ്പർ ഓഫ് ഇഷ്യൂഡ്, റീഇഷ്യൂഡ് നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഫോർഫീറ്റഡ്. ഇതാണ് കാൽക്കുലേഷൻ. 1600 ടു എവിടത്തേക്ക്? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 1600.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ വരുന്ന 400 റുപ്പീസ് ഉണ്ടാവും, അത് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ അവിടെ തന്നെ ഉണ്ടാവും. എപ്പോഴാണോ റീഇഷ്യൂ ചെയ്യുന്നത്, റീഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർഫീറ്റഡ് പ്രോഫിറ്റ് ഓൺ ഷെയർസ് forfeited will be transferred to capital reserve only after reissue of shares. എപ്പോഴാണോ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത്, ആ റീഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ഫോർഫീച്ചർ അക്കൗണ്ടിലുള്ള ബാലൻസ് പ്രോഫിറ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ, ഡൺ. ഇനി നമ്മൾ ഇതേ സിറ്റുവേഷനിൽ രണ്ടാമത്തെ സിറ്റുവേഷൻ ഡിസ്കൗണ്ടിലാണ് റീഇഷ്യൂ ചെയ്യുന്നത് 80 നമ്പർ ഓഫ് ഷെയർസ്. ജേണൽ എൻട്രി എന്തായിരിക്കും, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര എമൗണ്ട് ആണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാം, 80 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 90 റുപ്പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ എത്ര എമൗണ്ട് വരും, 7,200 റുപ്പീസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര പോകും, 80 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 100 റുപ്പീസ് ആണ് ഫേസ് വാല്യൂ, ഫേസ് വാല്യൂ പോകും. അപ്പോൾ എത്ര വരും, 8,000. ഇവിടെ എന്തുണ്ട്, 800 റുപ്പീസ് നമ്മൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എക്സ്പെൻസസ് ഓൺ റീഇഷ്യൂ എന്നാണോ, അല്ല, എന്ത് ചെയ്താൽ മതി, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെബിറ്റഡ് 800. അപ്പൊ ബാക്കി എത്ര രൂപ ഉണ്ട്, 2000 ഉണ്ടായിരുന്നു. 2000 നമ്മൾ എടുക്കുന്ന സമയത്ത് 2000 റുപ്പീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇനി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, 2000 ആയിരുന്നു ടോട്ടൽ പ്രോഫിറ്റ്. നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഇപ്പം 80 ആണ്. ഡിവൈഡ് ബൈ 100 നമ്പർ ഓഫ് ഷെയർസ് ആയിരുന്നു നമ്മൾ ക്യാൻസലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വന്നു, 1600. ഈ 1600 ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ലെസ് ഫർദർ ഡിസ്കൗണ്ട്. സോ ഫർദർ ഡിസ്കൗണ്ട് ഉള്ള എമൗണ്ട് 800 ആയിരുന്നു. ഈ 800 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ ബാക്കി എത്ര വരും, 1600 മൈനസ് 800, ബാക്കി 800. ഈ 800 റുപ്പീസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട്. ഓക്കെ ആണോ, ഇതാണ് വേറൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ പ്രൊപ്പോർഷനായിട്ട് എടുക്കേണ്ടത്. ഇനി നമ്മുടെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് എത്ര ബാലൻസാണ് ബാക്കിയുള്ളത്, 400. ഈ 400 എവിടെ ഉണ്ടാവും, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ അവിടെ പെൻഡിങ് ഉണ്ടാവും. എപ്പോഴാണോ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ നോട്ട് ചെയ്ത് വെക്കുക, ഷോർട്ട് നോട്ട് ഉണ്ടാകുമ്പോൾ. പ്രോഫിറ്റ് ഓൺ ഷെയർസ് റീഇഷ്യൂഡ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഓൺലി ആഫ്റ്റർ റീഇഷ്യൂ ഓഫ് സച്ച് ഷെയർസ്. അങ്ങനെ നമ്മൾ ഷെയർസ് എന്താ പറയുക, റീഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും ജേണൽ എൻട്രീസും ഇത്രയും കൺസെപ്റ്റ്സും അതുപോലെ തന്നെ തിയറീസ് ആണ് റിലേറ്റഡ് ടു ഫോർഫീച്ചർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ഇപ്പൊ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ജേണൽ എൻട്രീസ് പ്രോപ്പർ ആയിട്ട് ഒന്നുകൂടി നോക്കാം. ഇനി നമ്മൾ നേരത്തെ നോട്ട് ഇഷ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു. ആ ഒരു കാര്യം എവിടെയാണ് കാണിക്കുക എന്നുള്ളതിന്റെ സെന്റൻസ് ആണ് പറയുന്നത്. ഇഫ് ഷെയർസ് ആർ, ഇത് നമ്മൾ ഫുള്ള് വായിച്ചത് തന്നെയല്ലേ, റീഇഷ്യൂവൻസ് ഓഫ് ഷെയർസ്. ഓക്കെ, നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, എനി എമൗണ്ട് റീഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു. അത് ഫേസ് വാല്യൂലാവാം, പ്രീമിയത്തിലാവാം, ഡിസ്കൗണ്ടിലാവാം. ഓക്കെ, ഇഫ് ഷെയർസ് ആർ റീഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ടിലാണ് നമ്മൾ റീഇഷ്യൂ ചെയ്തത് എങ്കിൽ then the amount of discount should not exceed the actual amount of received on forfeiture of shares. ഇവിടെ നിങ്ങൾക്ക് ഒരു MCQ പ്രതീക്ഷിക്കാം. എന്ത് MCQ? നമ്മൾ നേരത്തെ ഡിസ്കൗണ്ടിലാണ് റീഇഷ്യൂ ചെയ്തതെങ്കിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ജേണൽ എൻട്രീസ് ഉണ്ടായിരുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ്, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. പക്ഷേ എത്ര എമൗണ്ട് വരെ മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റും? മാക്സിമം എത്ര എമൗണ്ട് ആണോ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് അത്രയും എമൗണ്ട് വരെ. അതാണ് ഇവിടെ പറയുന്നത്.
the discount should not exceed the actual amount received on forfeited shares. So forfeited sharesൽ നമുക്ക് ആക്ച്വലി റിസീവ് ചെയ്തിട്ടുള്ള കിട്ടിയ എമൗണ്ട് എത്രയാണോ അത്രയും എമൗണ്ട് വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. എനി എമൗണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ എമൗണ്ടും നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ 1 രൂപ 100 രൂപേന്റെ ഷെയർ 1 രൂപ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എത്ര വരെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, എത്ര എമൗണ്ട് ആണ് നമുക്ക് കിട്ടിയത്, അതായത് നേരത്തെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള അത്ര എമൗണ്ട് വരെ. നെക്സ്റ്റ്, ദ പർച്ചേസർ ഓഫ് ഫോർഫീച്ചർ റീഇഷ്യൂഡ് ഷെയർസ് ഈസ് ലയബിൾ ഫോർ ദ പേയ്മെന്റ് ഓഫ് ഓൾ ദ ഫ്യൂച്ചർ കോൾസ് ഡ്യൂലി മെയ്ഡ് ബൈ ദ കമ്പനി. ഇത് നമ്മൾ റീഇഷ്യൂ ചെയ്തു. നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഫസ്റ്റ് കോൾ വരെ ഉണ്ടായിരുന്ന എമൗണ്ട് ആണല്ലോ നമ്മൾ റീഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് കോൾ കഴിഞ്ഞു, നമ്മൾ റീഇഷ്യൂ ചെയ്തു, പുതിയ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തു, അങ്ങനെ പുതിയ ഷെയർ ഹോൾഡേഴ്സ് വന്നു. ഈ ഷെയർ ഹോൾഡേഴ്സ് ഇനി ഭാവിയിൽ വരുന്ന ഫ്യൂച്ചർ കോൾസ് ഒക്കെ എന്ത് ചെയ്യണം, പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ലാബിൾ ആണ് എന്നാണ് ആ ഒരു പോയിന്റ് പറയുന്നത്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, വെൻ ഓൾ ദ ഫോർഫീച്ചർഡ് ഷെയർസ് ആർ നോട്ട് റീഇഷ്യൂഡ്. നമ്മൾ ഫോർഫീച്ചർഡ് ഷെയർസ് കംപ്ലീറ്റ്ലി റീഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് പോകുന്ന ഒരു എമൗണ്ടിന് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. എന്താണ് ഡിഫറൻസ്? ഇഫ് ദ forfeited shares are partly reissued ആണെങ്കിൽ the part of the forfeiture of shares has been reissued, the discount on reissue of shares should be deducted from the share forfeiture account. അത് നമ്മൾ ചെയ്തു. എന്താ, ഡിസ്കൗണ്ടിലാണ് നമ്മൾ റീഇഷ്യൂ ചെയ്തതെങ്കിൽ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ബാലൻസ് ഈസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് ബീങ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ക്യാപിറ്റൽ റിസർവിൽ ബാക്കിയുള്ള ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, പാർട്ട് ഓഫ് ദ ഷെയർസ് ഹാസ് നോട്ട് ബീൻ റീഇഷ്യൂഡ്. അഥവാ നമ്മൾ പാർട്ട് ഓഫ് ദ ഷെയർസ് ആണ് റീഇഷ്യൂ ചെയ്തതെങ്കിൽ ഷുഡ് ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആസ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. ഇനി അഥവാ റീഇഷ്യൂ ചെയ്ത് കംപ്ലീറ്റ് അല്ലെങ്കിൽ അത്ര എമൗണ്ട് ആണോ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത്, ആ ബാലൻസ് ഉള്ള ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം, ലയബിലിറ്റി സൈഡിൽ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കീപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ ആണോ? ബാക്കി വരുന്ന ബാലൻസ് അത് എത്രയാണോ റീഇഷ്യൂ ചെയ്ത് അതിന്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് മാത്രമേ നമുക്ക് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം മക്കളെ. ചോദിക്കാനൊന്നും മടിയൊന്നും വേണ്ട, നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം. ഗ്രൂപ്പിൽ ഇനി ആരും റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും, റിപ്ലൈ ചെയ്തോളും. ഇനിയും നിങ്ങൾ ഗ്രൂപ്പിൽ ആരെങ്കിലും റിപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം. അതിൽ മടിക്കൊന്നും വേണ്ട, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. എക്സാം ഒക്കെ കഴിയുന്നാലും നിങ്ങൾക്ക് ഡൗട്ട് കഴിയുന്നവരെ ഞാൻ എന്ത് ചെയ്തോളാം, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോളാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള ഇല്ലസ്ട്രേഷൻ നമ്പർ 12 നമുക്ക് ചെയ്യാം. ബേസിക് ക്വസ്റ്റ്യൻ ആണ് റിലേറ്റഡ് ടു ഫോർഫീച്ചറിന്റെ ജേർണൽ എൻട്രി മാത്രമാണ് ഇവിടെ വരുന്നത്. സ്റ്റാർട്ടിംഗ് മുതലുള്ള ജേർണൽ എൻട്രി നമുക്ക് 13, 14 ചെയ്യാം. ICICI Limited forfeited 500 equity number of shares of 10 each fully called up. ഫുള്ളി കോൾഡ് അപ്പ് ആയിട്ടുള്ള 10 rupees ഫേസ് വാല്യൂ ഉള്ള 500 നമ്പർ ഓഫ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്, ഫോർഫീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിച്ച് വെയർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് 20%. 20% പ്രീമിയത്തിലാണ് എന്നാണ് പറയുന്നത്. 10 rupees ആണ്, അതിന് 20% എന്ന് പറയുന്നത് എത്രയാണ്, ₹2 ആണ് എന്ത്, പ്രീമിയം എമൗണ്ട്. ഓക്കെ, the amount payable on shares where application 2 rupees, application money ആയിട്ട് 2 rupees ഇട്ട, അലോട്ട്മെന്റ് മണി ആയിട്ട് 5 rupees ഇട്ട, ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എമൗണ്ട് 5 rupees. ഇതാണ് നമുക്ക് അലോട്ട്മെന്റ് മണിയും കോൾ മണി ആയിട്ട് കിട്ടേണ്ട എമൗണ്ട്. ഇതിൽ നമുക്ക് പ്രീമിയം എമൗണ്ട് എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടോ? നമ്മൾ നോക്കി, അപ്ലിക്കേഷൻ മണി 2 rupees എന്ന് പറയുന്നത്, അലോട്ട്മെന്റ് മണി 5 rupees, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 5. അപ്പോൾ 5 + 5 10, 10 + 2 12 rupees ആയി ഓൾറെഡി. അപ്പൊ ഇതിൽ ഏതോ ഒരു എമൗണ്ട് കോളത്തിലാണ് പ്രീമിയം എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം അലോട്ട്മെന്റിന്റെ ഉള്ളിലാണ് പ്രീമിയം എമൗണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, അസംഷൻ ആയിട്ട് എടുക്കാം. കാരണം 2 എമൗണ്ടിന്റെ ഉള്ളിൽ ഏത് എമൗണ്ട് ആണെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല. മോർ ഓവർ ഓൺലി അപ്ലിക്കേഷൻ മണി വാസ് പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദീസ് ഷെയർസ്. പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത്, സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട് അല്ലെങ്കിൽ പ്രീമിയം എമൗണ്ട് റിസീവ്ഡ് ആണെങ്കിലുള്ള ജേർണൽ എൻട്രി ഡിഫറെന്റ് ആണ്, പ്രീമിയം എമൗണ്ട് നോട്ട് റിസീവ്ഡ് ആണെങ്കിൽ ഷെയർ ഫോർഫീച്ചർ ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മൾ അലോട്ട്മെന്റ് ആയിട്ടാണ് പ്രീമിയം ഇൻക്ലൂഡ് എടുക്കുന്നുണ്ടെങ്കിലും, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആണ് അലോട്ട്മെന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും, രണ്ടാണെങ്കിലും എന്ത് തന്നെയാണ്, എഫക്ട് ഓഫ് ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത് രണ്ടും സെയിം തന്നെയാണ്. കാരണം ഇവിടെ സ്പെസിഫിക്കലി പറയുന്നുണ്ട് അപ്ലിക്കേഷൻ മണി മാത്രമാണ് കിട്ടിയത്. ഇനി നമുക്ക് അലോട്ട്മെന്റ് മണിയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ടുണ്ടാവും, ഈ പ്രീമിയം എമൗണ്ടും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അലോട്ട്മെന്റ് മണിയുടെ കൂടെ അല്ല പ്രീമിയം നമ്മൾ കാണിക്കുന്നത്,
നമ്മൾ ഈ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളുടെ എമൗണ്ട് ആയിട്ടാണ് പ്രീമിയം എമൗണ്ട് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അലോട്ട്മെന്റ് മണി വരെയാണ് നമുക്ക് എമൗണ്ട് റിസീവ് ചെയ്തത്. ഫൈനൽ കോൾ അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് കൺസിഡർ ചെയ്യണം. എനിവേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് കൺസിഡർ ചെയ്യണോ? വേണം. എന്തുകൊണ്ട്? പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തത്. മോർ ഓവർ പ്രീമിയം എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല. ഓക്കെ, 300 shares out of the above were reissued at 9 per shares fully paid. അപ്പൊ അതിനുശേഷം 500 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ഫോർഫീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ പിന്നീട് 300 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നു. ഈ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര രൂപക്ക് കൊടുക്കുന്നത്? 9 per share. ഫേസ് വാല്യൂ എത്ര? 10. അപ്പൊ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രോഫിറ്റ് പ്രീമിയത്തിലാണോ അതോ ഡിസ്കൗണ്ടിലാണോ ഫേസ് വാല്യൂവിലാണോ? ഏത് വാല്യൂവിലാ? ഡിസ്കൗണ്ടിൽ. ഓക്കെ, പാസ് നെസസറി ജേണൽ എൻട്രീസ് ഫോർ ദ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ. ഫോർഫീച്ചർ റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ റീഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രി എഴുതാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ ഫ്രീ ഫോർഫീച്ചർ റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ചെറിയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 2, 3 അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ബട്ട് മോസ്റ്റ്ലി എല്ലാ പ്രോബ്ലംസും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർഫീച്ചർ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. നമുക്ക് ഒന്നാമത്തെ ജേണൽ എൻട്രി നോക്കാം. ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഫസ്റ്റ് ജേണൽ എൻട്രി എന്താ? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ capital account debited to share capital account debited to calls in arrears to ഏത് അക്കൗണ്ടാ? ഷെയർ forfeited അക്കൗണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പ്രീമിയം എമൗണ്ട് ഉണ്ടായിരുന്നു, പ്രീമിയം എമൗണ്ട് റിസീവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടും കൂടി നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ എമൗണ്ട് എഴുതിയോ? ഇല്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഈ ജേണൽ എൻട്രി എഴുതി കൂടെ? അഥവാ എമൗണ്ടിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ജേണൽ എൻട്രി എഴുതിയാൽ മാർക്ക് തരും എന്നല്ല പറയുന്നത്. പക്ഷേ ജേണൽ എൻട്രി എമൗണ്ട് എഴുതുന്നതിന് മുന്നേ ജേണൽ എൻട്രി എന്താണെന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാൻ വേണ്ടി പറ്റും. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. കാരണം പ്രീമിയം എമൗണ്ട് റിസീവ് ചെയ്തിട്ടില്ല. കോൾസ് ഇൻ അരിയേഴ്സ് എന്തായാലും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോർഫീറ്റ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ കാണിക്കേണ്ട എമൗണ്ട് ഏതൊക്കെ വാല്യൂ? ഇവിടെ കോൾഡ് അപ്പ് വാല്യൂ നമ്മൾ കാണിക്കണം. ഇവിടെ പ്രീമിയം എമൗണ്ടോ എത്രയാണോ പ്രീമിയം ആ പ്രീമിയം എമൗണ്ട് കാണിക്കണം. കോൾസ് ഇൻ അരിയേഴ്സിലോ കിട്ടാത്തതാണോ കിട്ടിയതാണോ? കിട്ടാത്തത് കാണിക്കണം. ഇപ്പറോ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലോ കിട്ടിയത്, ഇതുവരെ കിട്ടിയ എത്രയാണോ അത് കാണിക്കണം. ഇതാണ് നമ്മൾ കാണിക്കേണ്ട ജേണൽ എൻട്രീസിന്റെ അക്കൗണ്ട്സ്. ഓക്കെ, ഇനി ഫിഗേഴ്സ് വരുന്ന സമയത്ത് ഒന്നാമത് നമ്മൾ കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ നമ്മൾ കോൾഡ് അപ്പ് വാല്യൂ? 10 rupees ഫുള്ളി കോൾഡ് അപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 10 rupees തന്നെയാണ് കോൾഡ് അപ്പ് ആയിട്ട് വരുന്നത്. 2 rupees അപ്ലിക്കേഷൻ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അലോട്ട്മെന്റ് മണി ആയിട്ടുള്ള 5 rupees ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആയിട്ടുള്ള 5 rupees നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് തൽക്കാലം ഫസ്റ്റ് ഷെയർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 500 നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇൻറ്റു റുപ്പീസ്. എത്ര രൂപയാണ് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടത്? 12 ആണോ 10 ആണോ? 10. എപ്പോഴും കോൾഡ് അപ്പ് വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് ഫേസ് വാല്യൂവിനെ ആയിരിക്കും, പ്രീമിയം എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്യില്ല. സോ 500 into 10 5000 rupees ആണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യേണ്ടത്. പിന്നെ പ്രീമിയം എമൗണ്ടിലേക്ക് നമ്മൾ വരേണ്ട എമൗണ്ട് എത്രയാണോ പ്രീമിയം എമൗണ്ട് ആ എമൗണ്ട് 500 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 2000 rupees പ്രീമിയം എമൗണ്ടിലേക്ക് വന്നു. കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് കിട്ടാത്തത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. സോ കിട്ടാത്തതായിട്ടുള്ള എമൗണ്ട് അലോട്ട്മെന്റ് മണിയാണ്, അതേപോലെ തന്നെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണിയാണ്. അതിൽ നമുക്ക് കിട്ടാത്തതായിട്ട് പ്രീമിയം എമൗണ്ടും കൂടി കിട്ടാത്ത എമൗണ്ട് അല്ലേ, അതും കൂടി നമ്മൾ എവിടെ കാണിക്കണം? കോൾസ് ഇൻ അരിയേഴ്സിൽ കാണിക്കണം. കാരണം നമ്മൾ നേരത്തെ അലോട്ട്മെന്റ് മണിയുടെ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയ എമൗണ്ട് കാണിച്ചു. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടാത്തൊരു എമൗണ്ട് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ ഡെബിറ്റ് ചെയ്ത കോൾസ് ഇൻ അരിയേഴ്സ് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ 500 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 5 rupees ആയിട്ടുള്ള അലോട്ട്മെന്റ് 5 rupees ഇൻക്ലൂഡിംഗ് പ്രീമിയം ആണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചപ്പോൾ 5 + 5 10 12 ആയിട്ടുണ്ടായിരുന്നു. സോ ഇത് ഇൻക്ലൂഡഡ് പ്രീമിയം ആണ്. പ്ലസ് കൂടാതെ അലോട്ട്മെന്റ് മണി ആയിട്ടുള്ള 500 into 5 ഇത്ര എമൗണ്ട് ആണ് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള എമൗണ്ട്. ഓക്കെ അല്ലേ? എത്ര എമൗണ്ട് ആണ് അപ്പൊ നമുക്ക് വരാം? കിട്ടാത്തത് എത്ര എമൗണ്ട് ആണ്? 5000. 500 into 5 plus 500 into 5 5000. ഇനി ഷെയർ ഫോർഫീച്ചറിൽ നമ്മൾ കാണിക്കേണ്ടത് കിട്ടിയതായിട്ടുള്ള ഇതുവരെ കിട്ടിയത് എത്രയാണോ കിട്ടിയ എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. 500 നമ്പർ ഓഫ് ഷെയർസിൽ നിന്നും
നമുക്ക് വെറും 2 rupees അപ്ലിക്കേഷൻ മണി ആയിട്ടാണ് കിട്ടിയത്. സോ അപ്ലിക്കേഷൻ മണി ആയിട്ട് 2 rupees കിട്ടി. 2 into 500 1000. ഇപ്പൊ ടാലി ആയോ? ഡെബിറ്റ് സൈഡിൽ 6000, ക്രെഡിറ്റ് സൈഡിൽ 6000. ഡൺ. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് എന്താണ്? റീ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. റീ ഇഷ്യൂ ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ്? 300 നമ്പർ ഓഫ് ഷെയർസ് ആണ് റീ ഇഷ്യൂ ചെയ്യുന്നത്. സോ 300 നമ്പർ ഓഫ് ഷെയർസ് റീ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി, അതും എത്ര എമൗണ്ടിന് ചെയ്യുന്നത്? 900 rupees. 9 rupees. 9 rupees എന്ന് പറയുന്നത് എന്താണ്? ഡിസ്കൗണ്ടിലാണ്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് 300 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹9 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീ ഇഷ്യൂ ചെയ്യുന്നത് 2700. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് പോകണം? 300 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഫേസ് വാല്യൂ 3000 പോകണം. ബാക്കി 300 rupees നമ്മൾ എവിടത്തേക്ക് കാണിക്കേണ്ട ജേണൽ എൻട്രി ആണ്? ഷെയർ അങ്ങനെ തന്നെ ഫോർഫീറ്റഡ് അക്കൗണ്ട്. കാരണം ഷെയർ ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന ഡിസ്കൗണ്ട്, ആ എക്സ്പെൻസ് നമ്മൾ എവിടെ തന്നെയാണ് കാണിക്കേണ്ടത്? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 300 rupees ഇവിടെ വന്നു. ഓക്കെ, ഡൺ. ഇനി തേർഡ് എൻട്രി എന്താ? ട്രാൻസ്ഫറിങ് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഇതാണല്ലോ ജേണൽ എൻട്രി വരേണ്ടത്. സോ ജേണൽ എൻട്രി എന്തായിരിക്കും? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഈ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചെറിയ പ്രശ്നമുണ്ട്. എന്താ? നമ്മൾ ഫുൾ എമൗണ്ട് നമ്മൾ റീഇഷ്യൂ ചെയ്തിട്ടില്ല, ഫുൾ നമ്പർ ഓഫ് ഷെയർസ് റീഇഷ്യൂ ചെയ്തിട്ടില്ല, പകരം പ്രപ്പോർഷനേറ്റ് ആയിട്ട് പാർട്ടാണ് നമ്മൾ റീഇഷ്യൂ ചെയ്തത്. സോ പാർട്ടായിട്ട് നമ്മൾ റീഇഷ്യൂ ചെയ്ത സമയത്ത് നമുക്കുള്ള ഇഷ്യൂ എന്താണ്? ആ ഒരു ഫോർമുലയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ ഇതുവരെ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് എത്രയാണ്? 1000. അപ്പൊ നമ്മൾ ഫോർമുല എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് 1000 ഇൻറ്റു റീഇഷ്യൂഡ് നമ്പർ ഓഫ് ഷെയർസ് റീഇഷ്യൂഡ് എത്രയാ? 300 ഡിവൈഡഡ് ബൈ എത്ര എമൗണ്ടാ? 500 നമ്പർ ഓഫ് ഷെയർസ്. എത്ര എമൗണ്ട് വന്നു? 1000 ഇൻറ്റു 300 ബൈ 500, 600 rupees വന്നു. ലെസ് ഇവിടെ നിന്ന് നമ്മൾ എന്ത് എമൗണ്ട് മൈനസ് ചെയ്യണം? ഫർദർ ഡിസ്കൗണ്ട്. ഇത് പ്രൊപ്പോർഷനേറ്റ് ആണെങ്കിൽ ശരി, പ്രൊപ്പോർഷനേറ്റ് അല്ലെങ്കിൽ ശരി, നമ്മൾ ഫർദർ ഡിസ്കൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് മൈനസ് ചെയ്യേണ്ടി വരും. സോ 600 നിന്ന് നമ്മൾ ഫർദർ ഡിസ്കൗണ്ട് കൊടുത്തത് എത്രയാ? ഫർദർ ഡിസ്കൗണ്ട് നമ്മൾ എത്ര കൊടുത്തേ? 300 അല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നേ. സോ 300 rupees നമ്മൾ എന്ത് ചെയ്യാം? ഫർദർ ഡിസ്കൗണ്ട്സ് കാണിക്കാം. അപ്പൊ 600 മൈനസ് 300 എത്ര വരെ ബാക്കി? 300 rupees. ഈ 300 rupees will be transferred to capital reserve account. So journal entry will be share forfeited account debited 300 to share capital account 300. ഓക്കെ അല്ലേ? ഇനി ബാക്കി നമ്മുടെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? ഉണ്ട്. എത്ര എമൗണ്ടാ? 1000 rupees ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നേരത്തെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നീട് നമ്മൾ ഡിസ്കൗണ്ട് വന്നുകൊണ്ട് ആ ഡിസ്കൗണ്ട് എമൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ബാക്കി എത്രയായി? 700 rupees. ഈ 700 rupees നിന്നും വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് 300 rupees ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ബാക്കി എത്ര എമൗണ്ട് ഉണ്ടാവും? 1000 ബാലൻസ് ഓഫ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എത്രയായിരിക്കും? ഓപ്പണിംഗ് ബാലൻസ് 1000 rupees ആയിരുന്നു നമ്മൾ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലെസ് ഫർദർ ഡിസ്കൗണ്ട് എത്ര? 300 ലെസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എത്രയാ? 300. ബാക്കി 400 rupees ആണ് ക്ലോസിംഗ് ബാലൻസ്. ഈ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള 400 rupees എവിടത്തേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കാണിക്കുക? ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? Parts of the shares where has not been reissued, it should be shown on the liability side of the balance sheet as shares forfeiture account. So balance sheet side
ലാബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിന്റെ ബാലൻസ് എമൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. ഇതാണ് ജേണൽ എൻട്രീസ് റിലേറ്റഡ് ടു ഫോർഫീറ്റഡ് ഓഫ് ഷെയർസ്, റീ ഇഷ്യൂ ഷെയർസ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ജേണൽ എൻട്രീസ് ഒന്നുകൂടി നോക്കാം. എനിക്കറിയാം കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കാരണം ജേണൽ എൻട്രീസിന്റെ ഒരു പോക്ക് ഡിഫറെന്റ് ആണ്. മറ്റേതുപോലെ ഡയറക്റ്റ് എൻട്രീസ് ആണ് എന്നൊന്നുമില്ല. പുതിയ അക്കൗണ്ട് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ വരുന്ന ഫിഗേഴ്സ് ഡിഫറൻസ് ആണ്. നമ്മൾ കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിട്ടാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീമിയം എമൗണ്ട് കിട്ടാത്തതാണെങ്കിൽ നമ്മൾ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാവാൻ വേണ്ടി എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് ഓടിച്ചു നോക്കുക, ജേണൽ എൻട്രീസ് എഴുതി പഠിക്കുക, എന്നിട്ട് അടിപൊളിയായിട്ട് ഇതാക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.